വ്യാപകമായി ആളുകൾ പറയുന്ന ഒരു കാര്യം കേട്ടിട്ടുണ്ട്, ഇതൊന്നും പണ്ടത്തെ കാലമല്ല, ലോകം മാറി, നിങ്ങളാരും ജീവിച്ച കാലമല്ല ഇന്നത്തെ കാലം. ഇന്നത്തെ ചെറുപ്പക്കാർ വളരെ അറിവുള്ളവരാണ്, വലിയ ജ്ഞാനികളാണ്. പണ്ടത്തെ വയസ്സർക്ക് ഇതൊന്നും അറിയില്ല. നമ്മളെപ്പോലൊന്നും അല്ല ഇന്നത്തെ ലോകം. കൊച്ചു കുട്ടികളെ സംബന്ധിച്ച് പോലും അപ്പൻ്റെയും അമ്മയുടെയും വലിയ അഭിമാനം, ഓ എൻ്റെ മോനും എൻ്റെ മോക്ക് എന്തോ ജ്ഞാനം. നമ്മളെപ്പോലൊന്നും അല്ല, അവർ വലിയ അറിവുള്ളവരാണ്. നിങ്ങളോട് മക്കളവ് പറഞ്ഞു കൊടുത്തു, ഞങ്ങൾക്കൊന്നും വലിയ വിവരമൊന്നുമില്ല മക്കളെ, നിങ്ങൾക്കാ വലിയ വിവരം. അപ്പൊ അവരുടെ തലയിൽ കയറിയ വിവരം എന്താണ്? നിങ്ങൾക്ക് വിവരം ഇല്ല, നിങ്ങൾ അറിവില്ലാത്തവരാണ് എന്നാണ് നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തത്. അതുകൊണ്ട് ഇന്നത്തെ ലോകത്തിന് ഏതാണ്ട് പ്രത്യേക രീതിയുണ്ടെന്നും അവർക്ക് പണ്ടത്തെ സംവിധാനങ്ങൾ അനുസരിച്ച് ദൈവത്തിന്റെ വചനത്തിൽ പറയുന്ന ക്രമം അനുസരിച്ച് അവർക്ക് ജീവിക്കാൻ പറ്റില്ല. അവർക്ക് ചേരുന്ന എന്തോ ഉണ്ടാക്കണമെന്ന്, ഇന്ന് അതിനനുസരിച്ച് വചനം ഉണ്ടാക്കണമെന്ന്, വചനം അതിനനുസരിച്ച് വ്യാഖ്യാനിക്കണമെന്ന്. വചനത്തിന് ഒറ്റ വ്യാഖ്യാനമേ ഉള്ളൂ. വചനത്തിന്റെ ഒറിജിനൽ വ്യാഖ്യാനത്തിന് വ്യത്യസ്തമായ ഒരു വ്യാഖ്യാനമില്ല. ദൈവമുണ്ടാക്കിയ സകലവും നിത്യമാണ് എന്നറിയണം. ദൈവം ഭൂമിയെ ഉണ്ടാക്കി. പരിഷ്കാരിയായ നിങ്ങൾക്ക് ജീവിക്കാൻ ഇന്ന് വേറെ ഭൂമിയുണ്ടോ? ദൈവം സൂര്യനെ ഉണ്ടാക്കി. ദൈവം ഉണ്ടാക്കി സൂര്യനെ തന്നെയല്ലേ നിങ്ങൾ അനുഭവിക്കുന്നത്? പരിഷ്കാരിയായ നിങ്ങൾക്ക് വേണ്ടി വേറെ സൂര്യനെ ഉണ്ടാക്കിയോ? ദൈവം ഓക്സിജൻ ഉണ്ടാക്കി, നിങ്ങൾക്ക് വേണ്ടി പുതിയ ഓക്സിജൻ ഉണ്ടാക്കിയോ ദൈവം? ഇന്നത്തെ തലമുറയ്ക്ക് എന്താണ് നിങ്ങൾ ഈ പറയുന്ന വ്യത്യാസം? മനുഷ്യൻ എല്ലാ കാലത്തും ബേസിക്കലി ഒന്നു തന്നെയാണെന്നറിയണം. മനുഷ്യന്റെ സ്വഭാവം ഒന്നാണ്, മനുഷ്യന്റെ വികാരങ്ങളൊന്നാണ്, മനുഷ്യന്റെ വിചാരങ്ങളൊന്നാണ്. ഈ പാപങ്ങളില്ലാത്തൊരു കാലം ലോകത്തിലുണ്ടായിരുന്ന നോഹയുടെ കാലത്ത് പാപം അതിഭയങ്കരമായിരുന്നു. ലോത്തിന്റെ കാലത്ത് ഇതിനേക്കാൾ ഭൂതപാപം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ലോകം മാറി എന്ന് നിങ്ങൾ പറഞ്ഞാൽ ലോകത്തിന് അങ്ങനെ വലിയ മാറ്റമൊന്നും ഉണ്ടായില്ല. ആകെയുണ്ടായ വ്യത്യാസം കുറെ ഉപകരണങ്ങളുണ്ടായി, കുറെ ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളുണ്ടായി. എല്ലാ ചെറുപ്പക്കാരുടെയും കയ്യിൽ ഒരു ഫോൺ കിട്ടി. പണ്ടത്തെ ലോകത്തിൽ അതില്ലായിരുന്നു. ഇന്ന് കുറെ ഇന്റർനെറ്റ് കണക്ഷൻ കിട്ടി. നിങ്ങൾക്ക് മുറിക്കകത്ത് കയറിയിരുന്നാൽ ലോകത്തിലെ എന്ത് കാര്യവും കാണാനും കേൾക്കാനും അറിയാനും, അത് നല്ലതാകട്ടെ തീയതാകട്ടെ എല്ലാത്തിനും സൗകര്യമുണ്ടായി. അതിന് പരമ സൗകര്യമുണ്ടായി എന്നല്ലാതെ ലോകത്തിൽ പാപത്തിന് പുതിയ പാപമൊന്നും നിങ്ങൾ ഉണ്ടാക്കിയൊന്നുമില്ല. പണ്ടത്തെ അതേ കാര്യമാണ് ഇന്നത്തെ ലോകത്തിലുള്ളത് എന്ന് തിരിച്ചറിയണം. അപ്പനും അമ്മയ്ക്കും വിവരമില്ല എന്നല്ല ധരിക്കേണ്ടത്. അപ്പനും അമ്മയ്ക്കും വിവരമുണ്ട്. മക്കൾ അറിയണം, നിങ്ങളെ സ്നേഹിക്കാൻ ദൈവം ക്രമീകരിച്ചത് അപ്പനും അമ്മയുമാണ്. അവരുടെ സ്നേഹത്തിന് തത്തുല്യമായി ഭൂമിയിൽ ഒരു സ്നേഹമില്ല എന്ന് നിങ്ങൾ അറിയണം. ചെറുപ്പക്കാരറിയണം. ആരെങ്കിലും ഒരുത്തൻ കണ്ണു കാണിച്ചാൽ, ഫോണിൽ 2 പഞ്ചാര വർത്താനം പറഞ്ഞാൽ ഇതാണ് സ്നേഹം എന്ന് ധരിക്കുന്നത് നിങ്ങൾക്ക് തെറ്റുപറ്റി. അത് സ്നേഹമല്ല. അപ്പനും അമ്മയും നിങ്ങളെ സ്നേഹിക്കുന്നത് പോലെ നിങ്ങളെ സ്നേഹിക്കാൻ ഒരാളും ഭൂമിയിലില്ല. നിങ്ങൾക്ക് വേണ്ടി അവർ അനുഭവിച്ച കഷ്ടപ്പാടുകൾ, നിങ്ങളെ ജനിപ്പിച്ചതവരല്ലേ, നിങ്ങളെ വളർത്തിയതവരല്ലേ, നിങ്ങൾക്ക് വേണ്ടി ഇതുവരെ ചെലവിന് തന്നതവരല്ലേ, നിങ്ങളുടെ ഭാവിയും നന്മയുമല്ലേ അവരുടെ ആഗ്രഹം. എല്ലാ കാലത്തും നിങ്ങളുടെ ഉയർച്ചയല്ലേ ആഗ്രഹം. നിങ്ങളെ പഠിപ്പിച്ചതവരല്ലേ, നിങ്ങളെ കല്യാണം കഴിപ്പിക്കാൻ പണമുണ്ടാക്കുന്നതവരല്ലേ, എല്ലാം അവരല്ലേ ചെയ്യുന്നത്. ജീവിതത്തിന്റെ ഏത് ഘട്ടത്തിലും നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റിയ ആളുകൾ നിങ്ങളുടെ അപ്പനും നിങ്ങളുടെ അമ്മയുമാണ്. വളരെ മോശമായി ജീവിക്കുന്ന ചിലർ കണ്ടേക്കാം, അവരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. സാമാന്യ മനുഷ്യൻ, ആ സാമാന്യ മനുഷ്യന്റെ അപ്പനെയും അമ്മയെയും നിങ്ങൾക്ക് വിശ്വസിക്കാം, നിങ്ങൾക്ക് ആശ്രയിക്കാം. വഴിയെ കാണുന്നവരും കണ്ണു കാണിക്കുന്നവരെയും ഒന്നും വിശ്വസിക്കാനും ആശ്രയിക്കാനും പറ്റില്ല. അതെല്ലാം നിമിഷ നേരത്തേക്കുള്ളതാണ്. ദൈവ പൈതൽ അറിയണം, ഭക്തിയോടെ ജീവിക്കണം. കുടുംബജീവിതത്തിന് ദൈവം വെച്ച ക്രമമുണ്ട്, വിവാഹത്തിന് ദൈവം വെച്ച ക്രമമുണ്ട്. ആ ക്രമം വെച്ച് തന്നിഷ്ടത്തിന് പോകാൻ ദൈവത്തിന്റെ ജനം തയ്യാറാകരുത്, ഒരു വിശ്വാസിയും തയ്യാറാകരുത്. അത് നിങ്ങളെ അപകടത്തിലേക്ക് നയിക്കുകയുള്ളൂ, തെറ്റിലേക്ക് നയിക്കുകയുള്ളൂ. എന്നാൽ ഇതിന്റെ നടുവിൽ ഭക്തിയോടെ ജീവിച്ചവരുണ്ട്. എല്ലാ കാലത്തും ഭക്തിയോടെ ജീവിച്ച ഒരു കൂട്ടം ജനം ദൈവത്തിനുണ്ട്.